ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും നാം ശരിയായിട്ട് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവരാണ്. തെറ്റുകളൊന്നും സംഭവിക്കാതിരിക്കാൻ കഴിയുന്നതും ശ്രമിക്കാറുമുണ്ട്. എന്നാൽ നാം മനുഷ്യരായതിനാലും നമ്മുടെ കണക്കുകൂട്ടലുകൾ പലപ്പോഴും തെറ്റിപ്പോകുന്നതിനാലും പരാജയങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു: പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക, അവൻ നിന്റെ പാതകളെ നേരെയാക്കും. ഇന്ന് ജീവിതത്തിന്റെ ഏതെങ്കിലും സാഹചര്യത്തിൽ ഒരു തീരുമാനമെടുക്കുവാൻ കഴിയാതെ, ഒരാലോചന പറഞ്ഞു തരുവാൻ ആരുമില്ലാതെ ഭാരപ്പെടുന്ന അവസ്ഥയിലൂടെ നിങ്ങൾ ആരെങ്കിലും കടന്നു പോകുന്നെങ്കിൽ ദൈവത്തിന്റെ വചനം നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു: പൂർണ്ണ ഹൃദയത്തോടെ, അല്പം പോലും സംശയിക്കാതെ നിങ്ങളുടെ വിഷയങ്ങളുമായിട്ട് ദൈവസന്നിധിയോട് അടുത്ത് വരിക. നിങ്ങളുടെ വിഷയം ദൈവത്തോട് അറിയിക്കുക. അവൻ നിങ്ങളെ വഴി നടത്തുവാനായിട്ട് ഇടയായിത്തീരും. സ്വന്തം വിവേകത്തിൽ, സ്വന്തം ജ്ഞാനത്തിൽ, സ്വന്തം ബുദ്ധിയിൽ ആശ്രയിക്കാതെ ദൈവത്തിൽ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാനായിട്ട് ഇടയായിത്തീരും. ഇന്ന് ജീവിതത്തിന്റെ പല തിരക്കുകൾക്കിടയിൽ ദൈവസ്ഥാനത്തിൽ ഇരുന്ന് പ്രാർത്ഥിക്കുവാനോ, വചനം വായിക്കുവാനോ, ദൈവത്തോട് ആലോചന ചോദിക്കുവാനോ പലപ്പോഴും നാം മറന്നു പോകുന്നവരാണ്. എന്നാൽ നാം ദൈവത്തെ മറന്നു പോകുന്നവരായി തീരരുത്. ഇന്ന് പകലിൽ നാം ജീവനോടെ ആയിരിക്കുന്നെങ്കിൽ അത് ദൈവത്തിന്റെ കൃപയൊന്നു മാത്രമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ പകലിൽ ഭവനം വിട്ട് പുറത്തോട്ട് ഇറങ്ങുന്നതിന് മുൻപായിട്ട് നാം കടന്നു പോകുന്ന എല്ലാ വഴികളിലും ദൈവത്തിന്റെ സാന്നിധ്യം നമ്മോട് കൂടെ പോരേണ്ടതിന് പ്രാർത്ഥനയോടുകൂടി ദൈവസന്നിധിയിലായിരിക്കാം. നമ്മുടെ കണ്ണുകൾക്ക്, നമ്മുടെ കരങ്ങൾക്ക് എത്തിച്ചേരുവാൻ കഴിയാത്ത സാഹചര്യങ്ങളിൽ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മോട് കൂടെ പോന്ന് ദൈവത്തിന്റെ സാന്നിധ്യം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാനായിട്ട് ഇടയായിത്തീരും. ഇന്ന് പകലിൽ ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.